ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തെക്കിലും തിരക്കിലും ഉണ്ടായ ദുരന്തത്തിന് പിന്നാലെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു. സെക്രട്ടറി, ട്രഷറർ എന്നിവരാണ് രാജിവെച്ചത്. ദുരന്തത്തിന് കാരണമായ ഗേറ്റ് മാനേജ്മെൻറ്റും ക്രൗഡ് മാനേജ്മെൻറ്റും തങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നും KCA ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനുമെതിരെ BJP നിയമ നടപടി ആരംഭിച്ചിരുന്നു. ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ വിഷയത്തിൽ വിരാട് കോഹ്ലി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങൾ സജീവമാണ്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ ക്രിക്കറ്റ് താരങ്ങൾ നേരിട്ടല്ലെങ്കിൽ കൂടിയും ഇതിന് ഉത്തരവാദികൾ ആണ് എന്നാണ്. സമാനമായ അനുഭവങ്ങൾ നേരത്തെ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ കർണാടകയിൽ ഒരു വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്നു. അത് BJP നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കം. ഒപ്പം ഈ കോഹ്ലിക്കെതിരായ ക്യാമ്പയിൻ കൂടിയുണ്ട്. എന്താണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ? തീർച്ചയായും സജിത്ത്, ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയപരമാകുന്നു. ഒപ്പം തന്നെ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ ഇന്നലെയായിരുന്നു ഈ KCB പ്രതിനിധികളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. 4 പേരെയായിരുന്നു ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ തന്നെ KCA ഭാരവാഹികൾ, ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിലാണെന്ന് ബംഗളൂരു പോലീസ് വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ട്രഷററും സെക്രട്ടറിയും രാജിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്, പ്രസ്താവനയായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് സംഭവത്തിൽ, ദുരന്തത്തിനിടയാക്കിയ സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ല. കാരണം പൂർണ്ണ ഉത്തരവാദിത്തം RCBക്കാണ്. അതായത് അനുമതി തേടിയതും മറ്റു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതും RCB ആണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, എങ്കിലും രാജിവെക്കുന്നു എന്നാണ് ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ RCBയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്, അതായത് ഈ ആഘോഷങ്ങൾ നടക്കുന്നതിന് തൊട്ട് മുൻപ് RCB സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതാണ് കൂടുതൽ ആളുകളെ ക്ഷണിച്ചതും ഇത്തരം തിക്കും തിരക്കും അനുഭവപ്പെടാൻ കാരണമായതും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതും. അതുകൊണ്ട് തങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്നാണ് ഇപ്പോൾ ഭാരവാഹികൾ, ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ അവർക്ക് വേണ്ടിയുള്ള, ഈ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിലാണ്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം, തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദമായി BJP ഏറ്റെടുത്തിരിക്കുന്നു. അതായത് കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പോലും DK ശിവകുമാർ അടക്കം കാര്യങ്ങൾ ഗൗരവത്തിൽ എടുത്തില്ല. മാത്രവുമല്ല, ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പവും അതുപോലെ കപ്പിനൊപ്പവും ഫോട്ടോ എടുക്കാൻ മാത്രമാണ് DK ശിവകുമാർ ശ്രമിച്ചത് എന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇന്നലെ BJP ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ പോലീസിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നില്ല, തിരക്ക് നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങളൊന്നും പോലീസിന് നൽകിയില്ല എന്നൊരു ആരോപണം കൂടി BJP ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP ഇപ്പോൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉൾപ്പെടെ അവർക്കെതിരെയുള്ള പരാതി നൽകിയിരിക്കുന്നതും. ഒപ്പം തന്നെ കർണാടക ആക്ടിവിസ്റ്റ് വെങ്കിടേഷ് ആണ് ഇപ്പോൾ വിരാട് കോഹ്ലിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് മനഃപൂർവ്വം ആളെ കൂട്ടാൻ, ആളുകളെ സംഘം ചേർന്ന് എത്താൻ വിരാട് കോഹ്ലി കാരണക്കാരനായി, ജനങ്ങളെ കൂട്ടാൻ വിരാട് കോഹ്ലി കാരണക്കാരനായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ക്രിക്കറ്റ് ഈ IPL മത്സരം ഒരു ക്രിക്കറ്റ് മത്സരമായി കാണാൻ കഴിയില്ല, മറിച്ച് ക്രിക്കറ്റ് എന്ന ഒരു മത്സരത്തെ അതിനെ ഒരു ചൂതാട്ടമാക്കി മാറ്റുന്നതാണ് IPL മത്സരം. ഇത്തരം ഒരു ചൂതാട്ടത്തിൽ പങ്കെടുക്കുകയും ഇതിന് പിന്നാലെ ഈ ആഘോഷത്തിൽ പങ്കെടുത്ത് അതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ പോകുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് വിരാട് കോഹ്ലിക്കെതിരെ ആക്ടിവിസ്റ്റ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും കർണാടകയിൽ ഇത് സംബന്ധിച്ച് ഈ വിഷയം കുറച്ചുകൂടി രാഷ്ട്രീയപരവും അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ കൂടിയായി മാറുന്നു എന്നതാണ് സാഹചര്യം. മാത്രമല്ല, സംഭവത്തിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അത് ഈ പരിപാടിയുടെ ഇവന്റ് മാനേജ്മെന്റ് ടീമായ DNAയുടെ ഭാരവാഹികളായ 3 പേര്, ഒപ്പം തന്നെ RCB മേധാവി അടക്കം, മാർക്കറ്റിംഗ് മേധാവി, അങ്ങനെ 4 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരെ 14 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടുത്ത 10-നകം സംഭവത്തിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യം. ഒപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ ടീം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ വിശദമായ അന്വേഷണങ്ങളും ഈ അറസ്റ്റുമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സജിത്ത്.